ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. വയനാട്ടിലെ വടുവച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണത്. വടുവച്ചാലിൽ രാവിലത്തെ ഒരു കാഴ്ചയായിട്ടത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ രാവിലെ എങ്ങനെയാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോടയാണ്. നല്ല കോട, അതാണ് വയനാടിൻ്റെ പ്രത്യേകത. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. ഞങ്ങൾ വടുവഞ്ചാലിയിൽ നിന്ന് തൊമ്മാട്ട് ചാല എന്ന് പറഞ്ഞു നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തി കേട്ടോ. ചായക്കട നോക്കി വന്നാണ്. പെരുന്നാളായതുകൊണ്ട് ഒരു സാധനമില്ല കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് സീനാണ്. ഹോട്ടലൊക്കെ പെരുന്നാളിൻ്റെ നോമ്പ് തുറന്ന സമയം കഴിയുമ്പോഴേ തുറക്കുള്ളൂ. അങ്ങനെ കുറേ നോക്കി നടന്നു കഴിഞ്ഞിട്ട് വടുവച്ചാൽ വളവെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ദോശയും നല്ല ഓംലേറ്റും കിട്ടി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ദോശയും നല്ല ഓംലേറ്റും. അത് ചായ എന്ന് പറഞ്ഞാൽ നല്ല ചായപ്പൊടിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പൊടിച്ചായയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക്. അപ്പോൾ നമ്മളത് റസാഖ് ഗുരുക്കളുടെ അടുത്തെത്തിയിട്ട് നമ്മൾ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ റസാഖ് ഗുരുക്കളുടെ മകൻ റോഷനുണ്ട്, ഷാറാമുണ്ട്, പിന്നെ ഒരു ട്രാവലറുണ്ട്. ഇത് അത്യാവശ്യം യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളിപ്പോൾ ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വേണ്ടി പോകട്ടോ. അവിടെ ആനകളൊക്കെ കുളിക്കാൻ വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഫോറസ്റ്റ് ഏരിയ ആട്ടോ. ഇവിടെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ കുറച്ച് നമ്മൾ ആനക്കുളം കാണാൻ വേണ്ടി പോവാം കേട്ടോ. അവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ കാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അധികം ലോക്കൽ ആളുകളൊക്കെ ഉള്ളു. പശുവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ മൃഗങ്ങളൊന്നും അധികം വരാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ നമ്മൾ റസാഖ് ഗുരുക്കളുടെ വീടിനടുത്ത് തന്നെയാണിത്. വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുകയാണ്. കുളമെന്ന് പറയാൻ പറ്റില്ല, ഒരു പാടം പോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ പോത്തും പശുവൊക്കെ ഇവിടെ അടുത്തുണ്ട്. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അവരിവിടെ വന്ന് വെള്ളം കുടിക്കും, കുളിക്കും, അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലം. ഇവിടെ വരെ ഈ സ്ഥലല്ലേ, അവിടെ വരെ വെള്ളം വരുമോ? പിന്നെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആനകൾ വരുന്ന സ്ഥലമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ചൂടാണ്, നല്ല പൊരിഞ്ഞ വെയിലാണ്. ഒന്നുമില്ല, മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. ഇത് ഏത് കാടിൽ പെടുന്നതാണത് ശരിക്കും? ഈ ഒരു കുളം കണ്ടോ? ഇവിടെ ഒരാളെ കടുവ കടിച്ച് കൊന്നൊരു സ്ഥലമാണ്. കടിച്ച് കൊന്നിട്ട് പകുതിയാക്കിയിട്ടിട്ട് പോയൊരു സ്ഥലമാണെന്ന് പറയുന്നത്. more like 3 years ago. Okay. So where we are right now in what's this farm? നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ, ആ ഫോറസ്റ്റ് ഒക്കെ ഏരിയ കഴിഞ്ഞപ്പോൾ ഒരു ഷാപ്പ് കണ്ടപ്പോൾ. ഇത് ഏതൊരു സ്ഥലം ഏതാ? വടക്കനാട്. ചെറുതായിട്ട് കള്ള് കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാനായിട്ട്. നല്ല മൂത്ത കള്ളാണെന്നാണ് പറയാം. നോക്കട്ടെ എൻ്റെ ഫോട്ടോ ഞാൻ വെക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ നമ്മൾ ഇളയ കള്ളാണ് കുടിക്കുന്നത് കേട്ടോ. നെട്ടൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇളയതാണ് കിട്ടുന്നത്. നല്ല മൂത്ത, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അത്ര സ്വീറ്റ് അല്ല, ഒരു മീഡിയം, കുഴപ്പമില്ല. ഒരു മാന അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ആനയുള്ള സ്ഥലമല്ലേ? എലഫന്റ് ക്രോസിംഗ് ഏരിയ. അടിപൊളി. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ട്രൈബൽ കോളനിയൊക്കെ ഉണ്ട്. ട്രൈബൽസൊക്കെയാണ് നടന്നു പോകുന്നത്. നമ്മളിവിടെ നിന്ന് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു ഫോറിനർ ഉണ്ടല്ലോ, പുള്ളിക്ക് ഇവിടെ ഡ്രോൺ പറത്തണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ ഡ്രോൺസൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ വൈൽഡ് പെപ്പറാണ്.
പെപ്പർ ഉണ്ട് കേട്ടോ. ഒരു കിടുക്കൻ ഊണായിരുന്നു കേട്ടോ. 30 രൂപയ്ക്ക് ഊണ്, 100 രൂപയ്ക്ക് ഒരു ബീഫ് ഫ്രൈ. ഞങ്ങൾ 2 ബീഫ് ഫ്രൈ മേടിച്ച് ഷെയർ ചെയ്തു. അടിപൊളി, നല്ല അടിപൊളി ഊണായിരുന്നു. സൗണ്ട് നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് വിശക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോകുന്ന മേപ്പാടിയിലോട്ടാണ് പോകുന്നത്. മേപ്പാടിയിലോട്ടുള്ള റൂട്ടാണിത്. ഇത് 900 കണ്ടിയിലോട്ടുള്ള വഴിയാട്ടോ. അടിപൊളി. മൊത്തം ടീ എസ്റ്റേറ്റുകളൊക്കെയാണ്. So we have around. You have marking. എടാ പിന്നെ മേപ്പാടി ഇവിടെ നല്ല നൈസിനൊരു വെള്ളച്ചാട്ടം തോന്നി പോയാലേ വെള്ളച്ചാട്ടം. We went up here. This is where. This is 900. Darjeeling. വെരി നൈസ് വ്യൂ. മഴയുള്ളപ്പോൾ സീൻ അറിയോ? നല്ല വെള്ളച്ചാട്ടത്തിൽ എടുക്കാൻ പറ്റൂല. ഭയങ്കര അയ്യോ. നമ്മളിവിടെ മേപ്പാടി കഴിഞ്ഞിട്ടൊരു സ്ഥലം കേട്ടോ. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള വഴിയാട്ടോ. അത് ഒരു ഇടവഴിയാണ്. അയ്യോ, ഇവിടെ കുറച്ച് വഴിയൊക്കെ സീനാണ് കേട്ടോ. നോക്കി കയറൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകണം.